ഹായ് ഓൾ, നമ്മളിന്ന് ഡൈക്കോട്ട് റൂട്ടിൻ്റെ പ്രൈമറി സ്ട്രക്ചറാണ് പറയാൻ പോകുന്നത്. ഇതിന് നമ്മൾ സ്റ്റെമ്മിൻ്റെ കേസ് പറഞ്ഞതുപോലെ 3 പാർട്സാണുള്ളത്. ഒന്ന് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയറാണ്. ഇതിന് റൂട്ടിൻ്റെ കേസ് പറയുന്ന വേറൊരു പേരാണ് എപ്പിബ്ലമ്മ ഓർ പിലിഫറസ് ലെയർ. എന്തുകൊണ്ടാണ് എപ്പിബ്ലമ്മ എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റൂട്ടിൻ്റെ കേസിൽ എപ്പിഡെർമിസ്, അതായത് ഔട്ടർ മോസ്റ്റ് ലെയറിന് ക്യൂട്ടിൻ ഡെപ്പോസിഷൻ ആബ്സെൻ്റ് ആയിരിക്കും, അതായത് ക്യൂട്ടിക്കുലാർ കവറിങ് ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇന്നർ ടു എപ്പിഡെർമിസ് കോർട്ടെക്സ് പ്രസൻ്റ് ആണ്. ആൻഡ് കോർട്ടെക്സിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറിനാണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റീലാർ റീജിയൻ പ്രസൻ്റ് ആണ്. ദെൻ വാസ്കുലാർ ബണ്ടിൽസും പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇതാണ് ടീനോസ്പോറയുടെ റൂട്ടാണ്. ഡൈക്കോട്ട് റൂട്ടിൽ വരുന്നതാണ് ടീനോസ്പോറ റൂട്ട്. അതിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് റൂട്ട് ഹെയർസ് കാണാൻ പറ്റും. എപ്പിഡെർമിസിൻ്റെ ഔട്ട് ഗ്രോത്ത്സ് ആണ് റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത്. ദെൻ എപ്പിഡെർമിസ് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള ക്ലോസ്ലി അറേഞ്ച്ഡ് സ്ട്രക്ചേഴ്സ്. ആൻഡ് ഇന്നർ ടു എപ്പിഡെർമിസ് കോർട്ടെക്സ് പ്രസൻ്റ് ആണ്. സോ ഇവിടെ നോക്കിയാൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് പാരൻകൈമാറ്റസ് ആണ്. ദെൻ കോർട്ടെക്സിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറാണ് എൻഡോഡെർമിസ്. ആൻഡ് ഇന്നർ ടു എൻഡോഡെർമിസ് പെരിസൈക്കിൾ പ്രസൻറ്റ്. ഓക്കെ, ദെൻ ഫ്ലോയം ആൻഡ് സൈലം, അതായത് വാസ്കുലാർ ബണ്ടിൽസ് പ്രസൻ്റ് ആണ്. വാസ്കുലാർ ബണ്ടിൽസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കൺജോയിൻ്റ് അല്ല. കൺജോയിൻറ്റിൽ എങ്ങനെയായിരുന്നു? സ്റ്റെമ്മിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? സൈലവും ഫ്ലോയവും ഒരേ റേഡിയസിലായിട്ട് അറേഞ്ച് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ബൈ സൈഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. പക്ഷേ റൂട്ടിൻ്റെ കേസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സൈലം വേറെയാണ്, ഫ്ലോയം വേറെയാണ്. അതായത് ദേ ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് റേഡിയസ്. അതുകൊണ്ട് തന്നെ ഇതിനെ റേഡിയൽ അറേഞ്ച്മെൻറ്റ് എന്നാണ് പറയുന്നത്. ദെൻ ഈക്വൽ നമ്പർ ഓഫ് സൈലം ആൻഡ് ഫ്ലോയം ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ ബിറ്റ്വീൻ ദീസ് vascular bundles conjunctive tissues present and inner to vascular bundles pith present. Okay, so ഇത്രയാണ്. സോ ഫസ്റ്റ് റൂട്ട് എപ്പിഡെർമിസ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് പിലിഫറസ് ലെയർ ആൻഡ് ഇറ്റ് ഡെവലപ്പ് ഫ്രം ദ ഡെർമാറ്റോജൻ റീജിയൻ ഓഫ് ദി ഹിസ്റ്റോജൻ ടിഷ്യൂ. നമ്മൾ ഹിസ്റ്റോജൻ തിയറി പറഞ്ഞപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് തിൻ വാൾഡ് ആൻഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് പാരൻകൈമ സെൽസ്. Then cuticle and stomata are absent in the case of root epidermis. Okay, steminde epidermisil both cuticle and stomata are present. Then many epidermal cells develop root hairs at the root hair region. Okay, നമ്മൾ റൂട്ടിൻ്റെ കേസിൽ റൂട്ട് ഹെയർസ് പഠിച്ചതാണ്. They are meant for absorption of water. So ഈ റൂട്ട് ഹെയർസ് എപ്പിഡെർമൽ ഔട്ട്ഗ്രോത്ത് ആണ്. അടുത്തതാണ് കോർട്ടെക്സ്. ഇന്നർ ടു എപ്പിഡെർമിസ് കോർട്ടെക്സ് ആർ പ്രസൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ദി റീജിയൻ ബിറ്റ്വീൻ എപ്പിഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ. ഓക്കെ, ഇറ്റ് ഡെവലപ്പ് ഫ്രം ദി പെരിബ്ലം ഓഫ് ദ ഹിസ്റ്റോജൻ ടിഷ്യൂ. Cortex consists of many layers of parenchyma cells and are arranged radially or in concentric ring with large intercellular spaces. അതായത് നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, കോർട്ടെക്സ് എന്ന് പറയുന്നത് പാരൻകൈമ സെൽസ് ആണ്, ലാർജ് ആയിട്ടുള്ള പാരൻകൈമ സെൽസ് ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് വിത്ത് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, 2 സെല്ലുകൾക്കിടയിൽ സ്പേസസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഹൈഡ്രോഫൈറ്റ് ദ ഇൻ്റർസെല്ലുലാർ സ്പേസസ് ആർ ലാർജ് ആൻഡ് ഫോം ഡിസ്റ്റിങ് എയർ ക്യാവിറ്റീസ് സോ ദാറ്റ് കോർട്ടെക്സ് ഈസ് സ്പോഞ്ചി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വെള്ളത്തിൽ ജീവിക്കുന്ന ഹൈഡ്രോഫൈറ്റ്സിൻ്റെ കേസിൽ ഈ ഒരു ഇൻ്റർസെല്ലുലാർ സ്പേസസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും, സെല്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എയർ ക്യാവിറ്റീസ് പ്രസൻ്റ് ആണ്. നമ്മളപ്പം റൂട്ടിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഒരു സ്പോഞ്ചി ആയിട്ടാണ് തോന്നുന്നത്. ദെൻ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ് ആസ് ഇൻ ദി കേസ് ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. നമ്മൾ സ്റ്റെമ്മിൽ പറഞ്ഞു കോർട്ടെക്സ് എന്ന് പറയുന്നത് ഹെട്രോജീനസ് ആണ്, ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആണ്. ആൻഡ് ഇൻ സം കേസസ് ഹൈപ്പോഡെർമിസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്ക്ലീറൻകൈമാറ്റസ് സെൽസ്. ബട്ട് ഇൻ കേസസ് ഇൻ റൂട്ട്
ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്. പിന്നെ ചില ഏരിയൽ റൂട്ട്സിൻ്റെ കേസിൽ, അതായത് ടീനോസ്പോറൊക്കെ ഏരിയൽ റൂട്ട്സ് പ്രസൻ്റ് ആണ്. അതായത് നമ്മുടെ സോയിൽ ലെവലിൻ്റെ മേലെ ആയിട്ടാണ് റൂട്ട്സ് വരുന്നത് വെച്ചാൽ ഇറ്റ് മേ കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഹൗവർ ക്ലോറോപ്ലാസ്റ്റ് മേ ബി പ്രസൻറ്റ് ഇൻ സം ഏരിയൽ റൂട്ട്സ്. ടീനോസ്പോറ എന്ന് പറയുന്നത് ചിറ്റമൃതാണ്. ദെൻ ദ പ്ലാസ്റ്റിഡ് ഓഫ് ദീസ് യൂഷ്വലി ഡസ് നോട്ട് ഹാവ് ക്ലോറോഫിൽ ബട്ട് ഹാവ് സ്റ്റാർച്ച്. ഓക്കെ, ഈ സെല്ലിലൊന്നും ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻ്റ് ആയിരിക്കും, അതിനു പകരം സ്റ്റാർച്ചി ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സ് ആണ് ഉണ്ടാവുന്നത്. ദെൻ അടുത്തതാണ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് എന്ന് വെച്ചാൽ എന്താണ്? കോർട്ടെക്സിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലെയറാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എൻഡോബ്ലമ്മ. It consists of a layer of compactly arranged and barrel-shaped cells. They are arranged without intercellular spaces. Endodermal cells are characterized by Casparian bands in their radial and outer tangential walls. Casparian band is formed by the deposition of suberin or lignin. സോ നമ്മളിതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. എൻഡോഡെർമിസിൻ്റെ റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ വാൾസിലായിട്ട് സുബെറിൻ എന്ന് പറയുന്നുള്ള വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാസ്പാരിൻ തിക്കനിങ് ഉള്ള എൻഡോഡെർമൽ സെല്ലിലൂടെ വാട്ടറിന് പാസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില സെൽസിൽ, ഈ എൻഡോഡെർമിസിൽ ചില സെൽസിൽ സുബെറിൻ ഡെപ്പോസിഷൻ ആബ്സെൻ്റ് ആണ്. സെർട്ടൻ സെൽസ് ഇൻ എൻഡോഡെർമിസ് റിമെയിൻ തിൻ വാൾഡ്. ദേ ആർ കോൾഡ് പാസേജ് സെൽസ്. അതായത് അതിലൂടെ വാട്ടറിന് പാസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും, സുബെറിൻ ഡെപ്പോസിഷൻ റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ വാളിൽ പ്രസൻ്റ് ആയിട്ടുള്ള സെല്ലുകൾ കാണാൻ പറ്റും. ആ റെഡ് കളേർഡ് ആയിട്ടുള്ളതാണ് ഡെപ്പോസിഷൻ കാണിക്കുന്നത്. അത് അല്ലാത്ത കുറച്ച് സെല്ലുകളുണ്ട്, ഇതിനെയാണ് പാസേജ് സെല്ല് എന്ന് പറയുന്നത്. തിൻ വാൾഡ് ആയിട്ടുള്ള ഡെപ്പോസിഷൻ ആബ്സെൻ്റ് ആയിട്ടുള്ള. സോ ഇതിൽ കൂടി വാട്ടറിന് പാസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ദീസ് ആർ സീൻ ഓപ്പോസിറ്റ് ടു ദി പ്രോട്ടോസൈലം പോയിൻറ്റ്സ് ഓഫ് ദി സൈലം സ്ട്രാൻഡ്. സോ ഇത് നോക്കിയാൽ നമ്മളുടെ സൈലത്തിൻ്റെ പ്രോട്ടോസൈലത്തിന് തൊട്ട് ഓപ്പോസിറ്റായിട്ടായിരിക്കും ഈ പാസേജ് സെല്ലുകൾ കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അനാട്ടമി സ്ട്രക്ചർ വരയ്ക്കുമ്പം എപ്പോഴും പ്രോട്ടോസൈലത്തിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് വേണം പാസേജ് സെൽസിനെ ഡ്രോ ചെയ്യാൻ. Through these cells, water passes from cortex to protosylum vessels. ഓക്കെ, സോ ഇതിലൂടെയാണ് കോർട്ടെക്സിലുള്ള വെള്ളം ഈ പാസേജ് സെല്ലിലൂടെ എവിടെ എത്തും? അതിന് ഓപ്പോസിറ്റുള്ള പ്രോട്ടോസൈലം വെസലിൽ എത്തുന്നതായിരിക്കും. ദെൻ അടുത്ത സ്ട്രക്ചറാണ് സ്റ്റീലാർ റീജിയൻ. സ്റ്റീലിൽ എന്തൊക്കെ പ്രസൻ്റ് ആണ്? പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽ, കൺജക്റ്റീവ് ടിഷ്യൂ, പിത്ത്. ഇത്രയും സ്ട്രക്ചേഴ്സ് സ്റ്റീലിൽ പ്രസൻ്റ് ആണ്. അതിൽ ആദ്യം നമുക്ക് പെരിസൈക്കിൾ നോക്കാം. ഇറ്റ് ഈസ് എ നാരോ റിംഗ് സീൻ ഇന്നർ ടു ദി എൻഡോഡെർമിസ്. It consists of one or more layers of parenchyma cells. ദെൻ ഏറ്റവും റൂട്ടിൻ്റെ കേസിൽ നമുക്കറിയാം ലാറ്ററൽ റൂട്ട്സ് പ്രസൻ്റ് ആണ്. ഈ ലാറ്ററൽ റൂട്ട്സ് പെരിസൈക്കിളിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ലാറ്ററൽ റൂട്ട്സ് ഒറിജിനേറ്റ് ഫ്രം പെരിസൈക്കിൾ. ഓക്കെ, വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. ദെൻ അടുത്തതാണ് വാസ്കുലാർ ബണ്ടിൽസ്. അതായത് എൻഡോഡെർമിസ് കഴിഞ്ഞു, പെരിസൈക്കിൾ കഴിഞ്ഞു, ആൻഡ് ഇന്നർ ടു പെരിസൈക്കിൾ വാസ്കുലാർ ബണ്ടിൽസ് ആർ പ്രസൻറ്റ്. വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് സൈലം ആൻഡ് ഫ്ലോയം ആണ്. ആൻഡ് ദ സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ ആൾട്ടർനേറ്റ് റേഡിയസ്. അതായത് ഇൻ ഡൈക്കോഡ് റൂട്ട് റേഡിയൽ അറേഞ്ച്മെൻറ്റ് ഈസ് പ്രസൻറ്റ്. അതോ ഓക്കെ, അതായത് നമ്മൾ സ്റ്റെമ്മിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു പഠിച്ചത്? ഡൈക്കോഡ് സ്റ്റെമ്മിൻ്റെ കേസിൽ കൺജോയിൻ്റ് ആയിരുന്നു. അതായത് സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ ദി സെയിം റേഡിയസ് സൈഡ് ബൈ സൈഡ്. ബട്ട് ഇൻ കേസ് ഓഫ് ഡൈക്കോഡ് റൂട്ട് സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് ഓർ ഓൾട്ടർനേറ്റ് റേഡിയസ്. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് റേഡിയൽ അറേഞ്ച്മെൻറ്റ്. ദേ ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് റേഡിയസ്. ദ നമ്പർ ഓഫ് സൈലം ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഫ്ലോയം. In dicot root, the number of xylem strand is limited from 2 to 6. ഓക്കെ, നമ്മളിപ്പം 2 സൈലം ആണെങ്കിൽ 2 ഫ്ലോയം ആയിരിക്കും ഉണ്ടാവുക. അവർ ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ആൻഡ് ഈക്വൽ നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ദെൻ അവയുടെ നമ്പർ എന്ന് പറയുന്നത് 2 to 6 ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ ഡയാർക്കാവും അല്ലെങ്കിൽ ട്രയാർക്കാവും, ഓർ ഇറ്റ് മേ ബി ടെട്രാർക്ക്, പെൻറ്റാർക്ക് ഓർ ഹെക്സാർക്ക്. ഓക്കെ,
സൈലം അറേഞ്ച്മെൻറ്റ് ഈസ് എക്സാർക്ക്. എക്സാർക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രോട്ടോസൈലം പെരിഫെറിയിലോട്ടേക്ക്, അതായത് പെരിസൈക്കിളിൻ്റെ അടുത്തോട്ടായിട്ടാണ് പ്രോട്ടോസൈലം, അതായത് ഫസ്റ്റ് ഫോം ചെയ്യുന്ന സൈലം പ്രസൻ്റ് ആയിട്ടുള്ളത്. മെറ്റാസൈലം പ്രസൻ്റ് ആയിട്ടുള്ളത് സെൻറ്ററിലോട്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് എക്സാർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓർക്കുക, ഡൈക്കോട്ട് റൂട്ടിലെ എക്സാർ കണ്ടീഷനാണ്. ബട്ട് ഇൻ ഡൈക്കോട്ട് സ്റ്റെം എൻഡാർക്ക് കണ്ടീഷൻ ഈസ് പ്രസൻറ്റ്, അതായത് പ്രോട്ടോസൈലം ഈസ് അറേഞ്ച്ഡ് ടുവാർഡ്സ് ദി സെൻറ്റർ ആൻഡ് മെറ്റാസൈലം ഈസ് അറേഞ്ച്ഡ് ടുവാർഡ് ദി പെരിഫറി. ഓക്കെ, ഇതുപോലെ തന്നെ പ്രോട്ടോഫ്ലോയം പോയിൻറ്റ് ടുവാർഡ്സ് ദി പെരിഫറി ആൻഡ് മെറ്റാഫ്ലോയം പോയിൻറ്റ് ടുവാർഡ്സ് ദി സെൻറ്റർ. Protoploem does not have companion cells, whereas metaploem has companion cells. അടുത്തതാണ് കൺജക്റ്റീവ് ടിഷ്യൂസ്. കൺജക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പാരൻകൈമാറ്റസ് കണക്റ്റീവ് ടിഷ്യൂ സീൻ ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം ഗ്രൂപ്പ് ഓർ ഇറ്റ് ഈസ് ഇൻ പാർട്ട് ഓഫ് ഗ്രൗണ്ട് ടിഷ്യൂ. During secondary growth, conjunctive tissue gives rise to the interfascicular cambium to form cambial ring. ഓക്കെ, സോ ഇതൊരു ടിപ്പിക്കൽ ഡൈക്കോട്ട് റൂട്ടാണ്, ബീൻ റൂട്ടാണ്. സോ ഇതിൻ്റെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ബിറ്റ്വീൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അതായത് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും, സൈലം ഏത് കളറാണ്? ആ റോസ് കളേർഡ് ആയിട്ടുള്ളതാണ് സൈലം. ആൻഡ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം കണക്റ്റീവ് ടിഷ്യൂസ് ആയിട്ടുള്ള കൺജക്റ്റീവ് ടിഷ്യൂസ് പ്രസൻ്റ് ആണ്. ആൻഡ് ദേ ഫോം ഇൻ്റർഫെസിക്കുലാർ കാമ്പിയം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സൈലം ഈസ് ഇൻ എക്സാർ കണ്ടീഷൻ, അതായത് ലാർജ്, അതായത് മെറ്റാസൈലം ഈസ് പ്രസൻറ്റ് ടുവാർഡ്സ് ദി സെൻറ്റർ ആൻഡ് പ്രോട്ടോസൈലം ഈസ് പ്രസൻറ്റ് towards the periphery. ഓക്കെ, ഇനി നോക്കിയാൽ ഈ പ്രോട്ടോസൈലത്തിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് എൻഡോഡെർമിസിൽ എന്ത് കാണാൻ പറ്റും? പാസേജ് സെല്ല് കാണാൻ പറ്റും. പാസേജ് സെല്ല് എന്ന് പറയുന്നത് ദേ ആർ ദി സെൽസ് വിത്തൗട്ട് സുബേറിൻ ഡെപ്പോസിഷൻ, അതായത് തിൻ വോൾഡ് ആയിട്ടുള്ള സെല്ലാണ്. ഈ സെല്ലിലൂടെയാണ് കോർട്ടെക്സിലുള്ള ആ റെഡ് കളേർഡ് ആയിട്ട് കാണിക്കുന്നതാണ് പാസേജ് സെല്ല് എൻഡോഡെർമിസിൽ. സോ കോർട്ടെക്സിലുള്ള വാട്ടർ ഈ പാസേജ് സെല്ലിലൂടെ ഉള്ളോട്ട് വരും, എന്നിട്ട് എവിടെ എത്തും? പ്രോട്ടോസൈലത്തിൻ്റെ വെസൽസിലോട്ടേക്ക് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോട്ടോസൈലത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് പാസേജ് സെൽസ് കാണാൻ പറ്റും. ഇനി അടുത്തതാണ് പിത്ത്. പിത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പാരൻകൈമാറ്റസ് സെൻട്രൽ കോർ ഓഫ് ദി സ്റ്റീൽ ആൻഡ് ഇൻ ദ ഓൾഡർ റൂട്ട്സ് ഓഫ് സം ഇറ്റ് മേ ബി ആബ്സെൻറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ദി എൻലാർജ്മെൻറ്റ് ഓഫ് മെറ്റാസൈലം. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ മെറ്റാസൈലം വലുതായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പിത്ത് ആബ്സെൻ്റ് ആണ്. ഓക്കെ, in aerial roots it may be relatively larger. അടുത്തതാണ് റൂട്ട് ക്യാപ്പ്. ഇത് നമ്മൾ സ്റ്റെമ്മിൽ പഠിക്കാത്തൊരു സ്ട്രക്ചറാണ്, റൂട്ടിന് മാത്രം പ്രസൻ്റ് ആയിട്ടാണ്. ഇറ്റ് ഈസ് ദി പാരൻകൈമാറ്റസ് ക്യാപ്പ് ഓർ ഹൂഡ് അറ്റ് ദി ടിപ്പ് ഓഫ് ദി റൂട്ട് ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട് ദ റൂട്ട് മെരിസ്റ്റം ഫ്രം ഡാമേജ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് ഡൈക്കോട്ട് റൂട്ട്. ഒന്ന്, സൈലം സ്ട്രാൻഡ് വാരി ഫ്രം 2 to 6 ഇൻ നമ്പർ. നമ്മൾ പറഞ്ഞു ഡയാക് ടു എക്സാർ കണ്ടീഷനാണ്, ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ ആ ഒരു നമ്പറിലായിരിക്കും പോകുന്നത്. ദെൻ സൈലം വെസൽസ് ആർ പോളിഗോണൽ ഇൻ ക്രോസ് സെക്ഷൻ. നമ്മൾ വരയ്ക്കുമ്പം എപ്പോഴും ഈ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവും, സൈലത്തിന് പോളിഗണലായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, റൗണ്ട് ആയിട്ടല്ല ഇതിൽ സൈലം കാണുന്നത്, പോളിഗണലായിട്ടാണ് നമ്മൾ സൈലത്തിനെ ഡ്രോ ചെയ്യുന്നത് ഇൻ ദി കേസ് ഓഫ് ഡൈക്കോട്ട് റൂട്ട്. ഓക്കെ, ദെൻ പിത്ത് ഈസ് സ്കാൻറ്റി ഓർ ആബ്സെൻറ്റ്. നമ്മൾ ആ പിക്ചറിൽ കണ്ടു, ഒന്നെങ്കിൽ മെറ്റാസൈലം ലാർജായിട്ട് പിത്ത് ആബ്സെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറുതായിരിക്കും. ആൻഡ് ലാറ്ററൽ റൂട്ട്സ് ഒറിജിനേറ്റ് ഫ്രം പെരിസൈക്കിൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് കാമ്പിയം അപ്പിയർ ആസ് സെക്കൻഡറി മെരിസ്റ്റം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈക്കോട്ട് റൂട്ടിൻ്റെ അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സ്.